അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ മധ്യേ വന്നു നിന്നുകൊണ്ട് അവരോട്, നിങ്ങൾക്ക് സമാധാനം, ഞാൻ തന്നെ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ ഒരാത്മാവിനെ കാണുന്നുവെന്ന് വെച്ച് വിചാരിച്ച് പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. യേശു അവരോട്, നിങ്ങൾ പരിഭ്രമിക്കുകയും ചിന്താകുലരായിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന്. എൻ്റെ കൈകളെയും കാലുകളെയും കാൺമീൻ, ഞാൻ തന്നെ, എന്നെ തൊട്ട് നോക്കി അറിവീൻ. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്ന ജഡവും അസ്ഥികളും ഒരാത്മാവിനില്ലല്ലോ എന്ന് പറഞ്ഞു. അവനിങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ കൈകാലുകൾ അവരെ കാണിച്ചു. സന്തോഷ നിമിത്തം അവർ വിശ്വസിക്കാതെയും ആശ്ചര്യപ്പെട്ടും ഇരിക്കവേ അവൻ, അവിടെ ഭക്ഷിപ്പാൻ വല്ലതും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ കുറച്ച് വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. പിന്നെ അവൻ അവരോട്, മോശയുടെ ന്യായപ്രമാണത്തിലും ദീർഘദർശനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന സകലവും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നുവെന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അനന്തരവൻ പുസ്തകങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ തുറന്നു. പിന്നെയും അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, മെശിഹാ പീഡ അനുഭവിക്കുകയും 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്യുകയും സകല ജാതികളോടും പാപമോചനത്തിനായി അവൻ്റെ നാമത്തിൽ അനുതാപം പ്രസംഗിക്കുകയും അത് യെരൂശലേമിൽ ആരംഭിക്കുകയും ചെയ്യുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് സംഭവിക്കേണ്ടതുമായിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് സാക്ഷികളാകുന്നു. എൻ്റെ പിതാവിനാൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനെ നിങ്ങൾക്കായി ഞാൻ അയച്ചു തരും. നിങ്ങൾ മുകളിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരൂശലേം പട്ടണത്തിൽ താമസിപ്പീൻ. പിന്നെ അവൻ അവരെ ബെഥാനിയ വരെ കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ വന്ദിക്കുകയും വലിയ സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവരെല്ലാം ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും ദൈവാലയത്തിലായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.